വാർത്തകൾ തുടരുന്നു. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോടതിയുടേത് അതിരുകടന്ന നടപടിയാണ്. ഭരണഘടനാ ഭേദഗതി കോടതിയാണ് ചെയ്യുന്നതെങ്കിൽ നിയമസഭയും പാർലമെന്റും എന്തിനാണ്? ഭരണഘടനാ ഭേദഗതി 2 ജഡ്ജിമാരാണോ തീരുമാനിക്കുന്നതെന്നും ആർലേക്കർ ചോദിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ബില്ലുകളിലെല്ലാം തീരുമാനമെടുക്കുന്നതിന് ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ വിധിക്കെതിരെയാണ് ഇപ്പോൾ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രംഗത്തെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും ഇതൊരു നിയമ പോരാട്ടത്തിൻ്റെ വഴികളിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ വിധി പുറത്തു വരുന്നത്. കാരണം ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിൽ രാഷ്ട്രപതിക്കും ഒപ്പം ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വിധി എത്ര കണ്ട് നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിനാണ് സംസ്ഥാന ഗവർണർ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ കൃത്യമായും എടുത്തു പറയുന്നത്. നിയമനിർമ്മാണം നടത്തേണ്ട ചുമതല പൂർണ്ണമായും അത് പാർലമെൻറ്റുകൾക്കും അല്ലെങ്കിൽ നിയമസഭകൾക്കുമാണ്. അത്തരത്തിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ അവരിൽ പൂർണ്ണമായും ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു നിയമസംഹിത ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരു സുപ്രീം കോടതി വരെ 2 പേരടങ്ങുന്ന ഒരു ബെഞ്ച് ഇത്തരത്തിലൊരു വിധി പ്രസ്താവം നടത്തുന്നതിലുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ദിനപത്രത്തിൽ അഭിമുഖം നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഉള്ളത് ഒരു പക്ഷേ ഒരു സുപ്രീം കോടതിയുടെ പൂർണ്ണ ബെഞ്ചോ അല്ലെങ്കിൽ ഒരു നിയമം നടപ്പിലാക്കുന്ന മറ്റേതെങ്കിലും സഭകളോ ആണ് ഇത് സംബന്ധിച്ച ഒരു പരാമർശം നടത്തേണ്ടത്. ഇത്തരം പരാമർശങ്ങൾ അതിര് കടന്നതായി പോയി എന്നുള്ള ഒരു സൂചന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാർ ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിൽ ചില സമയപരിധി മുന്നോട്ട് കൊണ്ടുവന്നത്. 3 മാസത്തിനകം ആ ബില്ലുകൾ ഒപ്പിടണം. അത് പ്രസിഡന്റിന് അയക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലൊരു വിധി പ്രസ്താവിക്കുകയുണ്ടായി. ആ വിധി പ്രസ്താവം പിന്നീട് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു ഗവർണർ ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അത് കൃത്യമായും വിമർശനം മാത്രമല്ല, അദ്ദേഹം നിയമങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കേസിൻ്റെ വിധി പറയുന്ന സമയത്ത് ആ ജഡ്ജിമാർ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ ബില്ലുമായി ബന്ധപ്പെട്ട ഗവർണർമാർക്കോ രാഷ്ട്രപതിക്കോ ഉള്ള അധികാരങ്ങൾ സംബന്ധിച്ച ഒരു കാര്യങ്ങളും വ്യക്തമായി പറയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നതിനോട് ഒരു വിയോജിപ്പ് രേഖപ്പെടുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ജഡ്ജിമാർ മുന്നോട്ട് വന്നതും ആ വിധി പ്രസ്താവം നടത്തിയതും. എന്നാൽ ആ വിധി പ്രസ്താവത്തെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലാണ് ഗവർണർ പറയുന്ന വാക്കുകൾ. അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ പൂർണ്ണമായ അധികാരം നിയമനിർമ്മാണ സഭകൾക്കായി ഇരിക്കെ അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതിയുടെ പരമോന്നത ബെഞ്ചായ ഫുൾ ബെഞ്ചോ വിധി പറയുന്നതിന് പകരം ഈ 2 ജഡ്ജിമാർ പറയുന്ന വിധി അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാടാണ് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. വൃന്ദ. ശരി ബിനോയ്.